Part 1 video of Class 10 Unit 2 Second Lesson A Phoenix Rises. യൂണിറ്റ് 2-ലെ രണ്ടാമത്തെ ഭാഗമായ ലൈഫ് റൈറ്റിംഗ്. ലൈഫ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ആത്മകഥകൾ, ഓർമ്മക്കുറിപ്പുകൾ, ജീവചരിത്രം, ഡയറി കുറിപ്പുകൾ, കത്തുകൾ, സാക്ഷ്യപത്രങ്ങൾ, വ്യക്തിപരമായ ലേഖനങ്ങൾ, ഇങ്ങനെ കുറേ കാര്യങ്ങളെയാണ് ലൈഫ് റൈറ്റിംഗിൻ്റെ ഹെഡിങ്ങിൽ വരുന്ന വിഷയങ്ങൾ. ഇവിടുത്തെ ഹെഡിങ് എന്താ? എ ഫീനിക്സ് റൈസസ്. ഇതിലെ കഥ എഴുതിയത് ട്വിങ്കിൾ കന്ന. പിന്നെ ഈ ലെസണിൽ നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്. മിസ്റ്റർ അരുണാചലം മുരുകാനന്ദമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് ഈ ലെസണിൽ നമ്മൾ വായിക്കാൻ പോകുന്നത്. ഇവിടെ ഈ ലെസൺ 2 പാർട്ടായിട്ടാണ് ചെയ്തത്. പാർട്ട് 1 സ്റ്റോറി ആൻഡ് പാർട്ട് 2 ഇൻ്റർവ്യൂ. അപ്പോൾ നമുക്ക് പാർട്ട് 1 വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഓതർ ട്വിങ്കിൾ ഖന്ന പ്രശസ്ത ഹിന്ദി ആക്ടേഴ്സ് രാജേഷ് ഖന്ന, ഡിംപിൾ കപാഡിയ ദമ്പതിമാരുടെ മകളാണ്. ഇപ്പോൾ അതേപോലെ പ്രശസ്ത നടൻ അക്ഷയ് കുമാറിന്റെ ഭാര്യയും കൂടിയാണ്. ഇവർ അനേക സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരെ കുറിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ട്വിങ്കിൾ ഖന്ന വാസ് ബോൺ ഇൻ 1973 ഇൻ മുംബൈ. 1973 ട്വിങ്കിൾ ഖന്ന മുംബൈയിലാണ് ജനിച്ചത്. ഷി ബിഗാൻ ആക്ടിംഗ് ഇൻ ഫിലിംസ് ഇൻ 1995. 1995 മുതൽ സിനിമകളിൽ അഭിനയിക്കാൻ ആരംഭിച്ചു. In 2002, she embarked on a new career as an interior designer. 2002 ഇന്റീരിയർ ഡിസൈനർ എന്നൊരു പുതിയ മേഖലയിലേക്ക് അവർ മാറി. Later, she established herself as an author and columnist. പിന്നീട് ഒരു എഴുത്തുകാരിയും കോളമിസ്റ്റുമായി അവർ ശ്രദ്ധ നേടി. In 2015, her first book, Mrs. Funny Bones, became a bestseller. 2015 ഇവർ എഴുതിയ മിസസ് ഫണ്ണി ബോൺസ് എന്ന ബുക്ക് ഏറ്റവും അധികം വിറ്റഴിഞ്ഞ ബുക്കായി മാറി. അതാണ് ബെസ്റ്റ് സെല്ലർ എന്ന് പറഞ്ഞത്. ദ ലെജൻഡ് ഓഫ് ലക്ഷ്മി പ്രസാദ് ഈസ് എ കളക്ഷൻ ഓഫ് സ്റ്റോറീസ് ഇൻ വിച്ച് ദ ടെയിൽ ഓഫ് ദ സോഷ്യൽ എന്റർപ്രണർ പത്മശ്രീ അരുണാചലം മുരുകാനന്ദം ഈസ് പോർട്രേഡ്. ദ ലെജൻഡ് ഓഫ് ലക്ഷ്മി പ്രസാദ് എന്ന പുസ്തകം ഒരു കളക്ഷൻ ഓഫ് സ്റ്റോറീസ് ആണ്. എന്ന് പറഞ്ഞാൽ കഥകളുടെ ഒരു സമാഹാരമാണ്. അതിൽ സാമൂഹിക സംരംഭകനും പത്മശ്രീ ജേതാവുമായ മിസ്റ്റർ അരുണാചലം മുരുകാനന്ദന്റെ കഥയും ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ട്. സ്റ്റോറി ഇൻസ്പയർഡ് ദ നാഷണൽ അവാർഡ് വിന്നിംഗ് ഫീച്ചർ ഫിലിം പദ്മാൻ. മിസ്റ്റർ അരുണാചലം മുരുകാനന്ദന്റെ ജീവിത കഥ ആസ്പദമാക്കി ഒരു സിനിമ നിർമ്മിച്ചു. ആ സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചു. ആ സിനിമയുടെ പേരാണ് പദ്മാൻ. ലെറ്റ്സ് റീഡ്. Srikanth Bola says, "The world may look at you and say, you cannot do it. Look at the world and say, I can do anything. What do you understand from these words?" ശ്രീകാന്ത് ബോലയുടെ ഈ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രതികൂല സാഹചര്യങ്ങളിലും മറ്റുള്ളവരുടെ നിരുത്സാഹപ്പെടുത്തലുകളിലും തളർന്നു പോകാൻ പാടില്ല. സ്വന്തം കഴിവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകണം. ഏത് ലക്ഷ്യവും നമുക്ക് നേടാൻ കഴിയും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടാകും. എന്നാൽ മാത്രമേ നമുക്ക് ഈ ലോകത്തെ നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ, ഐ ക്യാൻ ഡു എനിത്തിങ്. എനിക്ക് എന്തും ചെയ്യാൻ സാധിക്കും. ഹിയർ ഈസ് ദ സ്റ്റോറി ഓഫ് അനദർ യങ് മാൻ ഹൂ, though isolated by society, still became an icon of perseverance and social commitment. സമൂഹത്താൽ ഒറ്റപ്പെടുത്തപ്പെട്ടുവെങ്കിലും അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തിലൂടെയും സാമൂഹിക പ്രതിബദ്ധതയിലൂടെയും ഒരു മാതൃകയായി മാറിയ യുവാവിന്റെ കഥയാണ് നമ്മൾ താഴെ വായിക്കാൻ പോകുന്നത്. ലെറ്റ്സ് ലേൺ മോർ അബൌട്ട് ഹിം. ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. എ ഫീനിക്സ് റൈസസ് എന്നാണ് ഈ കഥയുടെ തലക്കെട്ട്. ട്വിങ്കിൾ ഖന്നയാണ് ഈ കഥ എഴുതിയത്. എന്തിനാണ് ഈ ഫീനിക്സ് എന്നൊരു വാക്ക് ഈ തലക്കെട്ടായി കൊടുത്തത്? ഫീനിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സാങ്കല്പിക പക്ഷിയാണ്. ഈജിപ്ഷ്യൻ, ഗ്രീക്ക്, ജാപ്പനീസ്, ഇറ്റാലിയൻ, പേർഷ്യൻ പുരാണ കഥകളിലും ഐതിഹ്യങ്ങളിലൊക്കെ പരാമർശിക്കപ്പെടുന്ന ഒരു പക്ഷിയാണ് ഈ ഫീനിക്സ് പക്ഷി. സ്വന്തം ചാരത്തിൽ നിന്ന് പുനർജനിക്കാൻ കഴിവുള്ള ഒരു പക്ഷിയായിട്ടാണ് ഐതിഹ്യങ്ങളിലും പുരാണങ്ങളിലും ഈ പക്ഷിയെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് വളരെ മോശപ്പെട്ട അവസ്ഥയിൽ ആയിപ്പോയ വ്യക്തികൾ
ആ അവസ്ഥയിൽ നിന്ന് വളരെ ഉന്നതികളിലേക്ക് ഉയർന്നു വന്നാൽ അവരെ ഈ പക്ഷിയോട് ഉപമിക്കും. ബബ്ലു കേവാത്ത് had been an indifferent student at best. He still remembers his science teacher, Mrs. Sharma, and the egg incubator that he had made under her supervision. ബബ്ലു കേവാത്ത് പഠനത്തിൽ ഒരു ശരാശരി വിദ്യാർത്ഥി മാത്രമായിരുന്നു. ശാസ്ത്ര അധ്യാപികയായ മിസ്സിസ് ശർമ്മയും അവരുടെ മേൽനോട്ടത്തിൽ അവൻ നിർമ്മിച്ച മുട്ട വിരിയുന്ന യന്ത്രം, അതാണ് എഗ് ഇൻക്യുബേറ്റർ, അവൻ ഇപ്പോഴും ഓർക്കുന്നു. But when Bablu's father died, leaving his mother struggling to support her small family, he dropped out of school to get a job and help her out. എന്നാൽ ബബ്ലുവിന്റെ അച്ഛൻ മരിച്ചപ്പോൾ അമ്മയ്ക്ക് ചെറിയ കുടുംബത്തെ പോറ്റാൻ പ്രയാസമായി. അതോടെ അമ്മയെ സഹായിക്കാനും ഒരു ജോലി കണ്ടെത്താനുമായി ബബ്ലു സ്കൂൾ പഠനം ഉപേക്ഷിച്ചു. He joined a workshop as a bus boy, getting tea for the owner. ഇവിടെ പറയുന്നു ഇവൻ ഒരു വർക്ക്ഷോപ്പിൽ ബസ് ബോയ് ആയി ജോയിൻ ചെയ്തു. ഈ ബസ് ബോയ് എന്ന് പറഞ്ഞാൽ ഒരു ഹെൽപ്പർ എന്നർത്ഥം. സാധാരണ ഇവിടെ പറയുന്ന ഓണർക്ക്, അതായത് ഉടമസ്ഥന് ചായ കൊണ്ടു കൊടുക്കുന്ന പണി, അത് തന്നെയാണ് ഉടമസ്ഥനും അവിടെയുള്ള പണിക്കാർക്കൊക്കെ ചായ ഉണ്ടാക്കി കൊടുക്കുക, കൊണ്ടു കൊടുക്കുക, പിന്നെ പണിയെടുക്കുന്ന സമയത്ത് ടൂൾസൊക്കെ എടുത്തിച്ചു കൊടുക്കുക, സഹായിച്ചു കൊടുക്കുക, അപ്പുറത്ത് ഈ സാധനം കൊണ്ട് എടുക്കുക, പിടിക്കാൻ സഹായിക്കുക, ഇങ്ങനെ ഒരു ഹെൽപ്പർ എന്നുള്ള അർത്ഥമാണ് ബസ് ബോയ് എന്ന് പറയുന്നത്. He slowly worked his way up to becoming a welder. അങ്ങനെ പതിയെ പതിയെ അവൻ കാര്യങ്ങളൊക്കെ പഠിച്ച് ഒരു വെൽഡറായി. Gradually he took over the mortgage of the workshop. മോർട്ട്ഗേജ് എന്ന് പറഞ്ഞാൽ ഒരു ലോൺ എടുത്തിട്ട് ചെയ്യുന്ന കാര്യം. അപ്പോൾ ആ സ്ഥാപനം, ആ വർക്ക്ഷോപ്പ് ബാങ്ക് ലോണിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ലോൺ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു, പതുക്കെ ആ ലോൺ അടയ്ക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ടുക്ക് ഓവർ, ആ വർക്ക്ഷോപ്പിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ആഫ്റ്റർ ദാറ്റ് ഹി റാൻ ദ ബിസിനസ് ഹിംസെൽഫ്, ഗ്രോയിങ് ഇറ്റ് സ്റ്റഡിലി. അതിനുശേഷം അവൻ പതിയെ പതിയെ ആ ബിസിനസ്സിനെ വളർത്തിയെടുത്തു, പിന്നെ അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോയി. ബബ്ലു ആൻഡ് ഗൗരി ഹാഡ് ആൻ അറേഞ്ച്ഡ് മാരേജ് after meeting just once, briefly, in the presence of both their families. ബബ്ലുവിൻ്റെയും ഗൗരിയുടെയും കുടുംബങ്ങളുടെ സാന്നിധ്യത്തിൽ ഇവർ തമ്മിൽ ഒരിക്കൽ കണ്ടു. അതും വളരെ ചുരുങ്ങിയ സമയത്തേക്ക് കണ്ടിരുന്നു. അതിനുശേഷം ആ രണ്ട് കുടുംബങ്ങളും തമ്മിൽ തീരുമാനിച്ച് ഇവരുടെ വിവാഹം നിശ്ചയിച്ചു. അങ്ങനെ ഇവർ വിവാഹിതരായി. One morning, Bablu's mother and younger sister Shalu were drinking tea. ഒരു ദിവസം രാവിലെ ബബ്ലുവിന്റെ അമ്മയും അനിയത്തി ശാലുവും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലുക്കിംഗ് ഫോർ ഹിസ് വൈഫ്, ബബ്ലു sauntered out to the back porch. sauntered എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം കുറച്ച് റിലാക്സ് ആയിട്ട് നടക്കുക എന്നാണ്. അങ്ങനെ ബബ്ലു സാധാരണ പോലെ നടന്ന് വീടിന്റെ പിൻഭാഗത്തുള്ള മുറ്റത്തേക്ക് പോയി. He saw Gauri walking hurriedly towards the bathroom, holding a rag in her hand. വാക്കിംഗ് ഹറിഡ്ലി എന്ന് പറഞ്ഞാൽ തിരക്കിട്ട് നടക്കുക. ഓക്കെ, അങ്ങനെ വീടിന്റെ പിന്നിന്ന മുറ്റത്തേക്ക് പോയപ്പോൾ ബബ്ലു ഗൗരി ബാത്റൂമിലേക്ക് ഒരു പഴയ തുണിക്കഷ്ണം പിടിച്ചിട്ട് തിരക്കിട്ട് നടന്നു പോകുന്നതായിട്ട് കണ്ടു. He came to know from her that women used rags instead of sanitary napkins. സാനിറ്ററി നാപ്കിൻസിന് പകരം പഴന്തുണികളാണ് സ്ത്രീകളെല്ലാം ഉപയോഗിക്കുന്നത് എന്ന് അവളിൽ നിന്ന് ബബ്ലു മനസ്സിലാക്കി. That evening, on his way back from the workshop, Bablu decided to surprise Gauri with a gift. അന്ന് വൈകുന്നേരം വർക്ക്ഷോപ്പിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ ബബ്ലു ഗൗരിക്ക് ഒരു സമ്മാനം നൽകി അവളെ അത്ഭുതപ്പെടുത്തുവാൻ തീരുമാനിച്ചു. Into a small store, the shopkeeper quickly wrapped the napkin back in an old newspaper. അങ്ങനെ ബബ്ലു ഒരു ചെറിയ കടയിൽ പോയി നാപ്കിൻ വാങ്ങി. ആ കടക്കാരൻ ആ നാപ്കിൻ ഒരു പഴയ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു കൊടുത്തു. റാപ്ഡ് എന്ന് പറഞ്ഞാൽ പൊതിയുക. ബബ്ലു was startled at the exorbitant price, but dutifully paid him 40 rupees. അങ്ങനെ ബബ്ലു ആ വില കേട്ടിട്ട് ഞെട്ടിപ്പോയി. പക്ഷേ സാധനം വാങ്ങിയതുകൊണ്ട് പൈസ കൊടുത്തു. ഇവിടെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഞെട്ടുക, എക്സോർബിറ്റന്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ്, അമിതമായ വില, dutifully, കടമ. He unwrapped the packet and examined the pad. It seemed to be just plain cotton wrapped in a gauze sheet. അവൻ ആ പൊതി അഴിച്ച് അതിലെ പാഡ് പരിശോധിച്ചു. അപ്പോൾ കണ്ടത് എന്താണ്? സാധാരണ പഞ്ഞി ഒരു നേർത്ത തുണിയിൽ പൊതിഞ്ഞതുപോലെയാണ് കണ്ടത്.
ഗോസ് എന്ന് പറഞ്ഞാൽ നേർത്ത തുണി. He placed it on his palm, trying to calculate the approximate weight of the pad. 10 grams, he said to himself. അങ്ങനെ അവൻ ആ പാഡ് എടുത്ത് അവൻ്റെ കൈവെള്ളയിൽ വെച്ചിട്ട് ഏകദേശം വെയിറ്റ് ഒന്ന് നോക്കി. അപ്പോൾ അവൻ എന്താ മനസ്സിലായത്? ഇത് ഏകദേശം 10 ഗ്രാമേ വെയിറ്റ് ഉള്ളൂ എന്ന് മനസ്സിലായി. Having seen his father working with cotton yarn, he knew that 10 grams of cotton would barely cost 10 paise. ബബ്ലുവിന്റെ അച്ഛൻ പരുത്തി നൂലുമായി പ്രവർത്തിക്കുന്നത് കണ്ടതുകൊണ്ട് 10 ഗ്രാം പരുത്തിക്ക് 10 പൈസ പോലും വില വരില്ല എന്ന് ബബ്ലുവിന് അറിയാമായിരുന്നു. But here he was paying 4 rupees for each of these pads. He put the pad back in the packet. Back home, Bablu secretly handed over the pad to Gauri. എന്നാൽ ഇവിടെ അയാൾ ഓരോ പാക്കറ്റിനും 4 രൂപ വീതം നൽകുകയായിരുന്നു. അയാൾ ആ പാഡ് തിരികെ പാക്കറ്റിൽ വെച്ചു. വീട്ടിൽ എത്തിയതിനു ശേഷം ബബ്ലു രഹസ്യമായി ആ പാക്കറ്റ് ഗൗരിക്ക് കൈമാറി. Gauri was not pleased. If Shalu and I start buying these packets every month, then let alone curd and ghee, we will not even have enough money to buy milk. Bablu looked at her dejectedly, but he then determined to start a new project. ഗൗരിക്ക് സന്തോഷമായില്ല. അതാണ് വാസ് നോട്ട് പ്ലീസ്ഡ്, സന്തോഷമായില്ല. എന്നിട്ട് പറഞ്ഞു, ഷാലുവും ഞാനും എല്ലാ മാസവും ഈ പാക്കറ്റുകൾ വാങ്ങാൻ തുടങ്ങിയാൽ തൈരും നെയ്യും പോകട്ടെ, പാല് വാങ്ങാൻ പോലും നമുക്ക് പണമുണ്ടാവില്ല. ബബ്ലു അവിടെ നിരാശയോടെ നോക്കി. അതാണ് ഡിജക്റ്റഡ്ലി എന്ന് പറഞ്ഞാൽ നിരാശയോടെ. എന്നാൽ പിന്നീട് അവൻ ഒരു പുതിയ പദ്ധതി തുടങ്ങാൻ നിശ്ചയിച്ചു. ഡിറ്റർമിൻഡ്, അതാണ് നിശ്ചയിച്ചു. He pulled out a pair of scissors, a needle and some thread, cotton and cloth from his bag. He began flattening the cotton between his hands as if he was spreading out dough to make a chapati. അവൻ തൻ്റെ ബാഗിൽ നിന്ന് കത്രികയും നൂലും സൂചിയും പരുത്തിയും പിന്നെ കുറച്ച് തുണിയും പുറത്തെടുത്തു. പിന്നീട് ആ പരുത്തിയെ അവൻ അവൻ്റെ കൈകൾക്കിടയിൽ വെച്ച് ഒരു ചപ്പാത്തിക്ക് മാവ് പരത്തുന്നത് പോലെ പരത്താൻ തുടങ്ങി. ഡൗ എന്നൊരു വാക്ക് ഇവിടെ കണ്ടില്ലേ? അതിൻ്റെ അർത്ഥമാണ് മാവ്. ചപ്പാത്തിക്ക് കുഴച്ച മാവിനാണ് ഡൗ എന്ന് പറയാം. Within 24 hours of first touching a sanitary napkin, Bablu had managed to make his own. ആദ്യമായിട്ട് സാനിറ്ററി നാപ്കിൻ കൈകൊണ്ട് തൊട്ടതിന് ശേഷം 24 മണിക്കൂറിനുള്ളിൽ ബബ്ലു ഒരു സാനിറ്ററി നാപ്കിൻ സ്വന്തമായി ഉണ്ടാക്കി. But he was not able to make a useful one as he could not make out the materials used by the brands. എന്നാൽ പ്രയോജനകരമായ ഒന്നും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം ബ്രാൻഡുകൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ തിരിച്ചറിയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. Months passed and Bablu procured different qualities of cotton and other materials to make pads. മാസങ്ങൾ കടന്നുപോയി. ബബ്ലു പാഡുകൾ ഉണ്ടാക്കാൻ വ്യത്യസ്ത ഗുണനിലവാരമുള്ള പരുത്തിയും മറ്റ് വസ്തുക്കളും ശേഖരിച്ചു. ഇവിടെ procured എന്ന വാക്കിന്റെ അർത്ഥം ശേഖരിക്കുക. He continued his experiments, knowing that most women used unclean rags instead of sanitary napkins as they could not afford them. He also knew that this made them prone to disease. സാനിറ്ററി നാപ്കിനുകൾ വാങ്ങാൻ കഴിയാത്തതുകൊണ്ട് മിക്ക സ്ത്രീകളും വൃത്തിയില്ലാത്ത തുണിക്കഷ്ണങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് അയാൾ തന്റെ പരീക്ഷണങ്ങൾ തുടർന്നു. ഇത് അവരെ രോഗങ്ങൾക്ക് അടിമയാക്കുന്നു എന്ന് അയാൾക്കറിയാമായിരുന്നു. ഇവിടെ കുഡ് നോട്ട് എഫേർഡ് എന്നൊരു വാക്ക് കാണില്ല. അതായത് എഫേർഡ് എന്നൊരു വാക്ക്, അതിനെ കുഡ് നോട്ട് എഫേർഡിന് ചേർത്ത് വായിക്കാം. അതിന്റെ അർത്ഥം വാങ്ങാൻ കഴിയാത്തത്. അതായത് എൻ്റെ കയ്യിലുള്ള പണം കൊണ്ട് ആ ഒരു പ്രത്യേക വസ്തു വാങ്ങാൻ കഴിയില്ല. അപ്പൊ നമ്മൾ പറയും, ഓ അതെനിക്ക് എഫോർഡ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറയും. പിന്നെ ഇവിടെ പ്രോൺ ടു ഡിസീസ് എന്ന് പറഞ്ഞാൽ രോഗങ്ങൾക്ക് അടിമയാകുക അല്ലെങ്കിൽ രോഗം വരാൻ സാധ്യത ഉണ്ട് എന്ന് അർത്ഥമാണ്. No one else appeared to be bothered by this. He looked at the little girls running around the neighborhood. They couldn't even buy a good pair of slippers.
How could they ever afford to buy sanitary pads month after month? ആരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നത് അദ്ദേഹത്തെ വിഷമിപ്പിച്ചു. അയൽപ്പക്കത്ത് ഓടിക്കളിക്കുന്ന ചെറിയ പെൺകുട്ടികളെ അദ്ദേഹം നോക്കി. അവർക്ക് ഒരു നല്ല ചെരുപ്പ് പോലും വാങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ എല്ലാ മാസവും ഈ സാനിറ്ററി പാഡുകൾ എങ്ങനെ വാങ്ങാൻ കഴിയും? However, his experiments and his obsession caused some unrest even in the family. His mother besieged him to stop the experiments, saying that the whole family would be disgraced by his sordid interest in women's menstrual cycles. ഇവിടെ ഒബ്സഷൻ എന്നൊരു വാക്ക് കാണാം. അതിൻ്റെ അർത്ഥം അതിയായ താല്പര്യം അല്ലെങ്കിൽ അഭിനിവേശം. ബിസീജ്ഡ് എന്നൊരു വാക്ക് കാണാം. അതിൻ്റെ അർത്ഥം അപേക്ഷ. പിന്നീട് സോർഡിഡ് എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട. പിന്നെ വിമൻസ് മെൻസുറൽ സൈക്കിൾ, അതായത് സ്ത്രീകളുടെ ആർത്തവ ചക്രം. അപ്പൊ ഇവിടെ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഹവവർ, അതായത് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളും അതിനോടുള്ള അഭിനിവേശവും കുടുംബത്തിൽ പോലും അസ്വസ്ഥതകൾക്ക് കാരണമായി. സ്ത്രീകളുടെ ആർത്തവ ചക്രത്തോടുള്ള അദ്ദേഹത്തിന്റെ വൃത്തികെട്ട താല്പര്യം കാരണം കുടുംബത്തിന് മുഴുവനും നാണക്കേടുണ്ടാക്കി എന്ന് അദ്ദേഹത്തിന്റെ അമ്മ പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തോട് ഈ പരീക്ഷണങ്ങളൊക്കെ നിർത്തുവാനായിട്ട് അമ്മ അപേക്ഷിച്ചു. The news was gradually spreading in the village and the villagers entangled the whole family in a mesh of coarse whispers and rude glances. ഇവിടെ entangled ഒരു വാക്ക് കാണാം. അതിന്റെ അർത്ഥം കുടുങ്ങുക അല്ലെങ്കിൽ കുടുക്കുക. പിന്നെ കോഴ്സ് വിസ്പേഴ്സ്, അതായത് ഒരു പരുക്കൻ, ഒരു വൃത്തിയില്ലാത്ത റഫ് അടക്കം പറച്ചില്. പിന്നെ റൂഡ് ഗ്ലാൻസസ്, ഒരു വൃത്തിയില്ലാത്ത നോട്ടം, ഒരു ദയയില്ലാത്തൊരു നോട്ടം. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ അർത്ഥങ്ങൾ വരുന്നത്. ഇവിടെ എന്താ പറയുന്നത്? ദ ന്യൂസ് വാസ് ഗ്രാജുവലി സ്പ്രെഡിങ്. അങ്ങനെ ഈ വാർത്ത പതുക്കെ പതുക്കെ ആ ഗ്രാമത്തിലൊക്കെ അങ്ങോട്ട് പരക്കാൻ തുടങ്ങി. എന്നിട്ട് എന്താ ചെയ്തത്? ഈ ഗ്രാമവാസികൾ ഈ കുടുംബത്തെ ഒറ്റപ്പെടുത്തി ഒരു കുടുക്കിലാക്കുന്ന പോലെ വല്ലാത്തൊരു രീതിയിലുള്ള അടക്കം പറച്ചിലും ഒരു വല്ലാത്ത രീതിയിലുള്ള നോട്ടവും ഒക്കെ ആരംഭിച്ചു. Babalu was gloomy for a while at the thought of stopping his experiments, but he devised an idea to conduct experiments on himself rather than others. തന്റെ പരീക്ഷണങ്ങൾ നിർത്തുന്നതിനെ കുറിച്ച് ആലോചിച്ച് ബബ്ലു കുറച്ചു കാലം വിഷാദത്തിലായിരുന്നു. അതാണ് ഗ്ലൂമി എന്ന് പറഞ്ഞാൽ വിഷാദം. എന്നാൽ മറ്റുള്ളവരിൽ പരീക്ഷണം നടത്തുന്നതിന് പകരം സ്വയം പരീക്ഷണങ്ങൾ നടത്താമെന്ന് അയാൾക്കൊരു പുതിയ ആശയം തോന്നി. With the help of a friend, he collected some blood. Using a rubber tube, he experimented with the napkins himself. One day, Leda, his neighbor Parlu's daughter, happened to see this. ഒരു സുഹൃത്തിന്റെ സഹായത്തോടെ ബബ്ലു കുറച്ച് രക്തം ശേഖരിച്ചു. ഒരു റബ്ബർ ട്യൂബ് ഉപയോഗിച്ച് അയാൾ സ്വയം നാപ്കിനുകളിൽ പരീക്ഷണം നടത്തി. ഒരു ദിവസം അദ്ദേഹത്തിന്റെ അയൽക്കാരിയായ പർലുവിന്റെ മകൾ ലത ഇത് കാണാനിടയായി. The next day, all kinds of rumors spread over the small town. Unable to bear the humiliation, Bablu's wife left him. She said she would only return when he gave up his madness. അങ്ങനെ അടുത്ത ദിവസം ആ ചെറിയ പട്ടണത്തിൽ പലതരം കിംവദന്തികൾ പരന്നു. കിംവദന്തി, റൂമേഴ്സ്. അപമാനം സഹിക്കവയ്യാതെ ബബ്ലുവിന്റെ ഭാര്യ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി. അപമാനം, ഹ്യൂമിലിയേഷൻ. ഈ ഭ്രാന്ത് ഉപേക്ഷിച്ചാൽ മാത്രമേ താൻ തിരിച്ചു വരുള്ളൂ എന്ന് അവൾ പറഞ്ഞു. ഭ്രാന്ത്, മാഡ്നസ്. ഹിസ് മദർ ടു ഫോളോഡ് സ്യൂട്ട്. He had lost his wife, his family, his friends, and money that he could not afford to waste. All in pursuit of the sanitary pad project. Followed suit എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്തതുപോലെ തന്നെ മറ്റൊരാളും ചെയ്യുക. അപ്പൊ ഇവന്റെ ഭാര്യ ഇവനെ വിട്ടുപോയതുപോലെ തന്നെ ഇവന്റെ അമ്മയും ഇവനെ വിട്ടുപോയി. പിന്നെ ഇവിടെ പറയുന്നു pursuit of the sanitary pad project. Pursuit എന്ന് പറഞ്ഞാൽ പിന്തുടരുക അല്ലെങ്കിൽ പിൻപറ്റുക. അപ്പൊ സാനിറ്ററി പാഡ് പ്രോജക്റ്റ് പിന്തുടർന്നത് കാരണം ഇവന് കുറച്ച് നഷ്ടങ്ങളുണ്ടായി. അതെന്താ നമുക്ക് നോക്കാം. അവന്റെ ഭാര്യ, അവന്റെ കുടുംബം, അവന്റെ സുഹൃത്തുക്കള്, പിന്നെ താങ്ങാവുന്നതിലധികം പണവും അവന് നഷ്ടമായി. Bablu was a simple welder whose life had been ripped apart, and all because he had wanted to give Gauri a gift for all the poor women
ഇൻ ദ വില്ലേജ് ആൻഡ് ഔട്ട്സൈഡ് ഇറ്റ്. ഈ പാരഗ്രാഫിൽ പറയുന്നത് ബബ്ലുവിൻ്റെ ഭാര്യയായ ഗൗരിക്കും ആ ഗ്രാമത്തിലെ പാവപ്പെട്ട സ്ത്രീകൾക്കും പിന്നെ ആ ഗ്രാമത്തിന് പുറത്തുള്ള പാവപ്പെട്ട സ്ത്രീകൾക്കും ഒരു സമ്മാനം നൽകണം എന്നാണ് അവൻ്റെ ആഗ്രഹം. അത് കാരണം ഒരു സാധാരണ വെൽഡറായ ഈ ബബ്ലുവിൻ്റെ ജീവിതം തകർന്നു പോയി. അതാണ് പറയുന്നത്, ഹാഡ് ബീൻ റിപ്ഡ് അപ്പാർട്ട്, തകർന്നു പോയിരുന്നു. എ ഫിനിക്സ് റൈസസ് എന്ന ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിച്ചു. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. If so, please like, share and subscribe my channel.